വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുത്തു. ജയറാമിന്റെ ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു മൊഴിയെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ജയറാമിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രണ്ടാമത് ജയറാമിന്റെ മൊഴിയെടുക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് ഷീജ? നേരത്തെ നൽകിയ മൊഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടതുകൊണ്ടാണോ വീണ്ടും മൊഴിയെടുത്തിരിക്കുന്നത്? മനു, ഏതായാലും നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ തന്ത്രിയെ ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും SIT നടൻ ജയറാമിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കേണ്ടതുണ്ട് എന്ന് ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ചെന്നൈയിലെ ജയറാമിന്റെ വസതിയിൽ എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഇവരെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ SIT ഉടൻ തന്നെ തീരുമാനത്തിലേക്ക് എത്തും. കാരണം നേരത്തെ തന്നെ SIT ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ തന്ത്രിയെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ജയറാമിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ജയറാമിൽ നിന്നും ഈ വീട്ടിൽ അടക്കമാണ് ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചുകൊണ്ട് പൂജ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീണ്ടും മൊഴിയെടുക്കുന്ന നടപടിക്രമങ്ങൾ SIT നടത്തിയിരിക്കുന്നത്. അതായത് ഷീജ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജയറാം ആദ്യം നൽകിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ വീണ്ടും മൊഴിയെടുത്തു അല്ലേ? അങ്ങനെ വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന്റെ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു കൂടുതൽ വ്യക്തത തേടുക, അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നടൻ ജയറാമിനെ വീണ്ടും മൊഴിയെടുത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഒരു പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് SIT പോകാനും സാധ്യതയുണ്ടല്ലേ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം. തീർച്ചയായും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഏതായാലും SITയുടെ ഒരു പൊതു രീതി നമുക്കറിയാം. കൃത്യമായ രീതിയിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മൊഴിയെടുത്തതിൽ നിന്ന് വേറെന്തെങ്കിലും അധികമായി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഘട്ടത്തിലേക്ക് SIT കടക്കുകയുള്ളൂ. മനു, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ആദ്യം ജയറാം പറഞ്ഞത് ഒരു തവണയാണ് വീട്ടിൽ ഈ പാളികൾ എത്തിച്ചത് എന്നതായിരുന്നു, അല്ലെങ്കിൽ പൂജയ്ക്ക് ഈ സാമഗ്രികൾ എത്തിച്ചത് എന്നതായിരുന്നു. എന്നാൽ പലതവണ പൂജ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില വിവരങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ടായിരുന്നു അല്ലേ ഷീജ? തീർച്ചയായും അതിലുൾപ്പെടെ ഈ ഒരു രണ്ടാമത്തെ മൊഴിയെടുക്കലിൽ അത് തന്നെയായിരുന്നു പ്രധാന ഒരു വിഷയം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ രണ്ടാമത്തെ മൊഴിയെടുപ്പിലൂടെ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും മറ്റ് കൂടുതൽ സംശയങ്ങൾ SITക്ക് ഉണ്ടെങ്കിൽ മാത്രം അടുത്തൊരു ഘട്ട ചോദ്യം ചെയ്യൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ. നിലവിൽ ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘം ചെന്നൈയിലെത്തി മൊഴി രേഖപ്പെടുത്തി തിരികെ ഇവിടെ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നടൻ ജയറാമിന്റെ മൊഴി ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വീണ്ടും എടുത്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജയറാം നൽകിയ ആദ്യ മൊഴിയിൽ കൂടുതൽ വ്യക്തത വേണ്ടി വന്നതുകൊണ്ട് വീണ്ടും മൊഴിയെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജയറാം പറഞ്ഞത് ഒരു തവണയാണ് പൂജ വീട്ടിൽ നടന്നത് എന്നാണ്. എന്നാൽ ഒന്നല്ല, പല ദിവസങ്ങളിൽ പൂജ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ജയറാമിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘം ആ കാര്യങ്ങൾ ഇനി വിശദമായി പരിശോധിക്കും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ.